നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയെ പരമാധികാര റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിന് ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സമയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുലിഭീതി നിലനിൽക്കുന്ന മണ്ണാർക്കാട് തെങ്കര കുന്നുംപുറത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കാൻ നിർദ്ദേശം. ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും വനപാലകർ. ചെറുപ്പളശ്ശേരിയിൽ തീപിടുത്തത്തിൽ റക്സിൻ കട കത്തിനശിച്ച വ്യാപാരിക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി. 24 മണിക്കൂറിനുള്ളിൽ പുതിയ കട തുറക്കാൻ സഹായം ചെയ്ത് സംഘടന. തീപിടുത്തത്തിൽ നഷ്ടം 50 ലക്ഷത്തിലേറെ. സംസ്ഥാനത്തെ മികച്ച ബൂത്ത് ലെവൽ ഓഫീസർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുരസ്കാരം ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങി കുമരമ്പത്തൂർ സ്വദേശി യൂനസ് അലി. കേരളത്തിൽ നിന്ന് ഈ അംഗീകാരം നേടുന്ന ആദ്യ ആളാണ് യൂനസ് അലി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇരുപത്തിരണ്ടാമത് പ്ലട്ടൂണായ BEMHSS പാലക്കാടിന്റെ ഗൈഡ്സിനെ നയിക്കുന്നത് 4ാമത് പ്ലട്ടൂണായ ജൂനിയർ റെഡ് ക്രോസ് ഗവൺമെന്റ് മോയിൻസ് മോഡൽ GHSS പാലക്കാട് നയിക്കുന്നത് കുമാരി റിത ഫാത്തിമ എസ്. രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ പരേഡ്, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇന്ത്യയെ വരും കാലത്തും പരമാധികാര റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിന് ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നമ്മുടെ പൂർവികന്മാരുടെ ത്യാഗോജ്വലമായ സമരങ്ങളുടെയും ജീവത്യാഗങ്ങളുടെയും ഒക്കെ ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ജനങ്ങൾക്ക് പരമാധികാരം നിക്ഷിപ്തമാക്കുന്ന സ്വാതന്ത്ര്യ രാജ്യം സാധ്യമാകാനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ സ്വപ്നം നാം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യയെ വരുംകാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിന് നാം ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനം. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മൂല്യങ്ങളും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ലക്ഷ്യങ്ങളും ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ അഖണ്ഡതയും സംരക്ഷിക്കുമെന്നാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, MLA മാരായ കെ. ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ. മണികണ്ഠൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 76ാം റിപ്പബ്ലിക് ദിനം റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ വിപുലമായി ആഘോഷിച്ചു. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS പതാക ഉയർത്തി. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനമാണ് റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ ആഘോഷിച്ചത്. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. തുടർന്ന് ഒറ്റപ്പാലം പോലീസ്, NCC കേഡറ്റ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതാകവന്ദനം നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ തയ്യാറാക്കിയ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം കളക്ടർ തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. തഹസിൽദാർ CM അബ്ദുൽ മജീദ്, ലയൺ ക്ലബ്ബ് ഭാരവാഹികൾ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, അടയ്ക്കാപുത്തൂർ സംസ്കൃതി പ്രതിനിധികൾ,
വിവിധ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്ത എല്ലാവർക്കും സംസ്കൃതിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകളും നൽകി. പുലിഭീതിയുള്ള മണ്ണാർക്കാട് തെങ്കര കുന്നുംപുറം ഭാഗത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. സ്വാഭാവിക പരിശോധന ആണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും വനപാലകർ അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ പുലി സാന്നിധ്യമുണ്ടായ തെങ്കര കുന്നുംപുറം ഭാഗത്താണ് വനപാലകർ പരിശോധന നടത്തിയത്. തെങ്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉനൈസ് നെച്ചിയോടൻ, ഡെപ്യൂട്ടി റേഞ്ചർമാരായ അഷ്റഫ്, പുരുഷോത്തമൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കാടുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കാനും നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് ചെറുപ്പശ്ശേരിയിൽ തീപിടുത്തത്തിൽ റെക്സിൻ കട കത്തിച്ചാമ്പലായത്. ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരു വ്യാപാരിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നത്. 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉടമകൾക്ക് സംഭവിച്ചത്. എന്നാൽ കത്തിനശിച്ച കടയ്ക്ക് പകരം തൊട്ടടുത്ത ദിവസം തന്നെ ഇവർക്ക് പുതിയ കട തുറന്നുകൊടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വലിയ ഒരു കൈത്താങ്ങ്. ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഒരു 12 മണിക്കാണിത് വിളി വരുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ മൊത്തം കത്തി ഇരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ തളർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ മിതുക്ക എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കണ്ട, നീ വീട്ടിൽ പോയിക്കോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ വന്നാൽ ശരിയാവില്ല. അങ്ങനെ പോയി. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു ഇതിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് എന്തായാലും മിതുക്കാട് നമ്മളെല്ലാവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിപ്പോൾ ഇതാക്കിയിട്ട്. ഒറ്റ നിമിഷം കൊണ്ടാണ് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ റെക്സിൻ കട നടത്തിയിരുന്ന സഹോദരങ്ങളായ മുഹമ്മദ് അലിയുടെയും സെയ്ദ് അലിയുടെയും പ്രതീക്ഷകൾ കത്തിച്ചാമ്പലായത്. കടയിലെ സാധനങ്ങൾ മുഴുവൻ അഗ്നിക്കിരയായി ജീവിതവും ജീവനോപാധിയും വഴിമുട്ടി തളർന്നുപോയ ഇവർക്ക് താങ്ങായി ചേർത്ത് പിടിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ കട തുറന്നു നൽകിയത്. തീപിടുത്തം ഉണ്ടായ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ശനിയാഴ്ച വൈകിട്ട് പുതിയ കട തുറന്നു നൽകിയത്. പുതിയ റെക്സിൻ കടയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. വളരെ അപ്രതീക്ഷിതമായാണ് മൊയ്തീൻ കുട്ടിയുടെ സ്ഥാപനം മിനിഞ്ഞാന്ന് പൂർണ്ണമായും അഗ്നിക്കിരയാകുന്നത്. മൊയ്തീൻ കുട്ടിയുടെ ജീവിതവും സമ്പാദ്യവും അവൻ്റെ ചോരയും വിയർപ്പുമെല്ലാം പൂർണ്ണമായും അഗ്നി വിഴുങ്ങുന്നത് ഹൃദയം ഭേദിക്കുന്ന ദുഃഖത്തോടുകൂടി അത് കണ്ടു നിൽക്കേണ്ട ഒരു വലിയ ദുഃഖകരമായ കാഴ്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മൊയ്തീൻകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ അത് കാണുന്നത് അവരുടെ ജീവിതം തകരുന്നതാണെന്ന് കണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിൽ അത് ഇങ്ങനെ സജ്ജമാക്കാൻ കഴിഞ്ഞത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടനയുടെ സംഘാടനപരമായ മികവും അതിന് നേതൃത്വം കൊടുക്കുന്ന KA ഹമീദ് എന്ന യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ സംഘാടന മികവ്, നേതൃത്വ മികവിൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിക്കുന്ന അടയാളമായി ഈ റെക്സിൻ സെൻറ്റർ ചെറുപ്പശ്ശേരി അങ്ങാടിയിൽ തല ഉയർത്തി നിൽക്കുമെന്ന വലിയ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ആകെ തളർന്നുപോയ ഘട്ടത്തിലാണ് ഉടമകളെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി സംഘടന മുന്നോട്ട് വന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദും പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എനിക്ക് വിഷമമില്ലെന്ന് വെച്ചാൽ ഞാൻ ഇത് സംഭവിക്കുമ്പോൾ മൊയ്തീൻകുട്ടിയുടെ കുടുംബം ഒന്നാകെ വളരെ വിഷമത്തിലായിരുന്നു. ആ വിഷമം കണ്ടപ്പോൾ ഞങ്ങൾ ഈ യൂണിറ്റ് തീരുമാനിച്ചതാണ് മൊയ്തീൻകുട്ടിയുടെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞത് ചെറുപ്പശ്ശേരിയിലുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുടെയും ആ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അല്ലാതെ ഒരു വ്യക്തിയുടെ കഴിവായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരാൾ തളർന്നു വീഴുമ്പോൾ അവനെ താങ്ങുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പൂർത്തിയാക്കി. ചെറുപ്പശ്ശേരിയിലുള്ള വലിയ മനസ്സുള്ള ഒട്ടനവധി കച്ചവടക്കാർക്ക് ആണ് ഈ ഒരു സമ്മാനം ഞങ്ങൾ അല്ലെങ്കിൽ ഒരു വിജയം ഞങ്ങൾ നൽകുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ രാത്രി കമ്മിറ്റി കൂടി ഇന്ന് വൈകുന്നേരത്തെ ഇത് ചെയ്യണമെങ്കിൽ 24 മണിക്കൂറായിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഈ കാര്യം തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രി 10 മണിക്കാണ്.
ഇന്ന് രാവിലെ വൈകുന്നേരത്തോട് പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ ചെർപ്പുളശ്ശേരിയിൽ വലിയ ഇടത്തരം ചെറുകിട എല്ലാ കച്ചവടക്കാർക്കും ഈ സംഘടനയിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ കാണുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, യൂണിറ്റ് സെക്രട്ടറി കെ ഷംസുദ്ദീൻ, മറ്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. സംസ്ഥാനത്തെ മികച്ച ബൂത്ത് ലെവൽ ഓഫീസറായി ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുത്ത കുമരമ്പത്തൂർ പള്ളിക്കുന്ന് സ്വദേശി യൂനസ് അലി പുരസ്കാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കേരളത്തിൽ നിന്ന് ഈ അംഗീകാരം നേടുന്ന ആദ്യ ആളാണ് യൂനസ് അലി. സംസ്ഥാനത്തെ 25,000 BLOമാരിൽ നിന്നാണ് യൂനസ് അലിയെ ഈ അംഗീകാരത്തിന് അർഹനാക്കിയത്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ 82-ാം നമ്പർ ബൂത്തിലെ BLO ആയി 2010-ലാണ് പ്രവർത്തനം തുടങ്ങിയത്. ബൂത്ത് പരിധിയിൽ മുഴുവൻ വീടുകളിലും നേരിട്ടെത്തുകയും ഓരോ വീടിനും പ്രത്യേക നമ്പറുകൾ നൽകി ഒരു ബൂത്ത് മാപ്പ് തയ്യാറാക്കി. എക്സൽ ഷീറ്റിന്റെ സഹായത്തോടെ എല്ലാ വോട്ടർമാരെയും ക്രമപ്പെടുത്തി. ഓരോ വോട്ടറെയും തിരിച്ചറിഞ്ഞ് ഇരട്ട വോട്ടുകളും ബൂത്ത് പരിധിക്ക് പുറത്തുനിന്ന് വന്ന വോട്ടുകളും നീക്കം ചെയ്തു. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ചെയ്യാൻ കഴിയാത്ത വോട്ടർമാരുടെ ക്രമനമ്പർ സംഘടിപ്പിച്ച് അവർ വോട്ടെടുപ്പിന് എത്താതിരിക്കാനുള്ള കാരണം കണ്ടെത്താനും ശ്രമിച്ചു. ഇവരിൽ മറ്റു മണ്ഡലങ്ങളിലെ വോട്ടുള്ളവരെ ഒഴിവാക്കി പട്ടിക കുറേയും കൂടി കുറ്റമറ്റതാക്കി. ബൂത്തിന് പുറത്തുനിന്നുള്ള വോട്ടർമാരെ അവർ എവിടെയാണോ താമസിക്കുന്നത് ആ ബൂത്തിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ രേഖകൾ ശേഖരിച്ച് അത് ചെയ്തു കൊടുത്തു. യൂനസ് അലിയുടെ ഈ വേറിട്ട പ്രവർത്തനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആദരവിന് അർഹനാക്കിയത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന BL പത്രികയിൽ യൂനസ് അലിയുടെ പ്രവർത്തനം പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ നിന്ന് ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ BLOയാണ് യൂനസ് അലി. മലപ്പുറം വളവന്നൂർ ബഫാക്കി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്കധ്യാപകനാണ് യൂനസ് അലി. 140 വർഷങ്ങൾക്കിപ്പുറം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാമെന്ന് സ്വപ്നം കണ്ടിട്ടല്ല കോൺഗ്രസ് പാർട്ടി പിറവികൊണ്ടതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP അബ്ദുൾ റഷീദ്. രാജ്യത്തിനു വേണ്ടി പിറവികൊണ്ട പ്രസ്ഥാനമാണിതെന്നും അബ്ദുൾ റഷീദ് പറഞ്ഞു. ഫെബ്രുവരി 3-ന് പാലക്കാട് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റി കോട്ടപ്പള്ളയിൽ സംഘടിപ്പിച്ച പദയാത്രയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു 140 വർഷങ്ങൾക്കിപ്പുറം ഗാന്ധി കുടുംബത്തിലെ ഇളതലമുറക്കാരൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാമെന്ന് സ്വപ്നം കണ്ടിട്ടല്ല ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസ് പിറവികൊണ്ടത്. എങ്കിലല്ലേ അധികാരം കിട്ടാതിരിക്കുമ്പോ രാഷ്ട്രീയ നൈരാശ്യം ബാധിക്കേണ്ടതുള്ളൂ. രാജ്യത്തിന് വേണ്ടി പിറവികൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം രജിസ്ട്രേഷന്റെ നടപടികൾ പൂർത്തിയാക്കിയ 1982 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, കടലാ സംഘടനകൾ ഉൾപ്പെടെ. അതിൽ 1981 ഇന്ത്യയിൽ ജനിച്ചു വീണ രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ജനിച്ചു വീണ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ജാഥ ക്യാപ്റ്റൻ മുഹമ്മദ് സിബിത്തിന് വട്ടമണ്ണപ്പുറത്തു നിന്നും പതാക കൈമാറി ആരംഭിച്ച പദയാത്ര കോട്ടപ്പള്ള സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി, ജില്ലാ വൈസ് പ്രസിഡന്റ് EK ജസീൽ, ജില്ലാ സെക്രട്ടറി കിസാൻ മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് P നസീർ ബാബു, എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഠത്തൊടി സിഗ്ബത്തുള്ള, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, അനു S ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NK മുഹമ്മദ് ബഷീർ, റിഷാദ് പൂക്കാടഞ്ചേരി, റാഫിദ് കൊടക്കാടൻ, വസീം തയ്യിൽ, നാസർ കാപ്പുങ്ങൽ, റസാഖ് മംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് തരിശു സ്വദേശിയായ വ്യാപാരിക്കും കുടുംബത്തിനുമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിർമ്മിച്ചു നൽകിയ നസ്രുദ്ദീൻ സ്മാരക സ്നേഹവീട് കൈമാറി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് തരിശ് സ്വദേശിയായ വ്യാപാരിക്കും കുടുംബത്തിനും നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. KVVS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവ് ഹാജി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. അത് വലിയ ബുദ്ധിമുട്ടായി മാറി. എന്നാൽ എല്ലാ ആളുകൾക്കും വീടുണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. എങ്കിലും യൂണിറ്റിൻ്റെ ആത്മാർത്ഥമായ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും അവരുടെ ആഗ്രഹം കൊണ്ടും അവർ പറഞ്ഞു ഒരു പരിധി വരെ ആ ബന്ധത്തൊക്കെ അവർ അംഗീകരിക്കുക ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 2 വീട് വന്നു, 3 വീട് വന്ന് മണ്ഡലത്തിൽ 6 വീട് വരെ വന്നു. നിലമ്പൂർ മണ്ഡലത്തിലാണ് 6 വീട് വന്നത്. ഇന്ന് നമ്മളിവിടെ ചാവി കൊടുക്കാൻ പോകുന്ന ഈ സുഹൃത്തിന് ഇതിൻ്റെ 19ാമത്തെ വീടാണ്. 12 വീടുകൾ നമ്മൾ ഒരേ വീട് കുടിയേറ്റി കഴിഞ്ഞു. ബാക്കി 19ാമത്തെ വീടാണ് ഇന്ന് കൊടുക്കുന്നത്. താക്കോൽ കൈമാറ്റത്തിന് ശേഷം കിഴക്കേത്തലയിൽ നടന്ന പൊതുചടങ്ങ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് നടത്തിയ സമ്മാനോത്സവ പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ KVVS മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞിമുഹമ്മദ്, ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ, PTS മൂസ്, വിനോദ് P മേനോൻ, നാസർ ടെക്നോ, സിബി വയലിൽ, N ഉണ്ണീൻകുട്ടി, KK ജെയിംസ്, V ആബിദലി, ഗഫൂർ മഹാരാജ, മുഹമ്മദ് മുസദ്ദിഖ്, ഫൈസൽ, ചന്ദ്രമോഹൻ, KT സജി, അമീർ ബന്നി, യൂനസ് തയ്യിൽ, സബീദ് അലി, അബ്ബാസ്, ഹംസ സുബ്ഹാൻ, ജോയ് വയലിൽ, സൈനുൽ ആബിദ്, സഹീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഉറവിട മാലിന്യ സംസ്കരണം എന്ന ഉദ്ദേശത്തിൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലേക്കും ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകൾ നൽകി. ഓരോ ഓഫീസുകളിലേക്കുമുള്ള ബയോ ബിന്നുകൾ മുഹമ്മദ് മൂസിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി എന്നിവർ കൈമാറി. താലൂക്ക് ആസ്ഥാന മന്ദിരം എന്നുള്ള നിലക്ക് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ പൂർണ്ണമായി ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വളരെ നന്നായി വൃത്തിയാക്കി ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള PTSന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ കൂടെയാണ് ഈ ബയോബിന്നും കൊടുക്കുന്നത്. ഈ ബയോബിന്ന് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പരീക്ഷിച്ച് വർഷങ്ങളായി വിജയിച്ച് ഇതിനകത്ത് തന്നെയുള്ള ഓഫീസുകളിൽ വിജയിച്ചതിന് ശേഷമാണ് ഇതെല്ലാ ഓഫീസുകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരെയും തഹസിൽദാർ, അഡീഷണൽ തഹസിൽദാർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം ഇവിടെ തഹസിൽദാർ പറഞ്ഞു കഴിഞ്ഞു. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതൽ ഈ പരിസരത്തുണ്ടായിരുന്നു. ഭക്ഷ്യ വേസ്റ്റുകൾ പുറത്ത് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ അതിന്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. തെരുവ് നായ്ക്കളുടെ ശല്യം കുറഞ്ഞു എന്ന്. സിവിൽ സ്റ്റേഷൻ സമുച്ചയം വൃത്തിയോടെ പരിപാലിക്കുന്ന ശുചിത്വ ജീവനക്കാർക്ക് MLA ഹരിത പരിപാലന കമ്മിറ്റിയുടെ ഉപഹാരങ്ങൾ നൽകി. തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ P ഗിരിജാദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ PR മോഹനൻ, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ, പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ ഹരിത പരിപാലന കമ്മിറ്റി കൺവീനർ T ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. 2020 മുതൽക്ക് തന്നെ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ ഹരിത ശുചിത്വ സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിനായി പ്രവർത്തിച്ചു വരികയാണ്. നിലവിൽ അജൈവ മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്കും പേപ്പറും വേർതിരിച്ച് ബിന്നുകളിൽ മാറ്റിവെക്കുകയും നഗരസഭയുടെ ഹരിത കർമ്മസേനക്കാർ കൃത്യമായി ആഴ്ചയിൽ വന്ന് കളക്ട് ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ ആകെ 13 ഓഫീസുകളിലേക്കും ഓരോ ബയോ ബിന്നുകൾ വീതം പ്രവർത്തിക്കുകയും ഈ ബയോ ബിന്നിൽ ഇടുന്ന ഭക്ഷണ വേസ്റ്റുകളുടെ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന വളം സിവിൽ സ്റ്റേഷനിൽ തന്നെയുള്ള പച്ചക്കറിത്തോട്ടങ്ങളിലേക്ക് വളമായി ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഹരിത പരിപാലന കമ്മിറ്റിയാണ്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനാചരണവും ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും വിവിധ മേഖലയിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനാചരണം, ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനം, ഹരിത അയൽക്കൂട്ടം, ഹരിത വിദ്യാലയ പ്രഖ്യാപനം, വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എന്നീ പരിപാടികളാണ് ഒരുമിച്ച് നടത്തിയത്. അവിടെ ഫ്രീ പ്രയോഗം ആദ്യം പഠിപ്പിക്കുന്നത് കുട്ടികളെ പ്ലാസ്റ്റിക് എങ്ങനെ വേർതിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ മിഠായി കടലാസ് കൊടുത്താൽ കുട്ടി മിഠായി കഴിച്ചാൽ കടലാസ് അവിടെ ഇട്ട് എന്താ ചെയ്യുക, അത്
വിടരുന്ന ബോക്സിൽ കൊണ്ടുപോയി ഇടാൻ കുട്ടിയെ പഠിപ്പിക്കാൻ. ഈ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറഞ്ഞ വളരെ ഒരു പൊതു രീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവരുടെ പക്ഷെ കുട്ടികളിലേക്ക് അത്തരം ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും അവരെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള പ്രവർത്തനത്തിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള ശ്രമകരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഹരിത വിദ്യാലയങ്ങളായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും മാറിയ ഹരിത വിദ്യാലയ പ്രഖ്യാപനം ഇവിടെ നടത്തിയതായി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻകുട്ടി, വാർഡ് മെമ്പർ വിനോദ്കുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീജിത്ത് മേനോൻ, കെ എൻ കുട്ടി മാസ്റ്റർ, റൈഹാനത്ത് ടീച്ചർ, ഒ വാസുദേവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാജ്യസേവകരായ വിമുക്ത ഭടന്മാരുടെ സൗഹൃദ സംഗമവും നടന്നു. കൊപ്പം മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നയനം 2025 പദ്ധതി മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ചുമട്ട് തൊഴിലാളികൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് നയനം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പ്രമുഖ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓട്ടോ ചുമട്ടുതൊഴിലാളികൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത്. മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ എമ്പുരാൻ ടീസർ റിലീസിങ്ങിനോടനുബന്ധിച്ചാണ് ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പലപ്പോഴും അസുഖങ്ങൾ വന്നാലും ചികിത്സിക്കാനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ചുമട്ടുതൊഴിലാളികളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും അവർക്കേറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ നയനം 2025 ഇവിടെ ആരംഭിക്കുന്നത്. കാഴ്ച നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിൽ കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ കണ്ണിന് സംരക്ഷണം കൊടുക്കാൻ, അവരുടെ പങ്കാളിക്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംരക്ഷണം കൊടുക്കാൻ സൗജന്യമായിട്ട് ചികിത്സയും അതോടൊപ്പം തന്നെ കണ്ണട വാങ്ങുകയാണ് ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ പ്രസിഡന്റ് ടി ശശി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ അസീസ് കൊടിയിൽ വിഷയാവതരണം നടത്തി. ഓട്ടോ ചുമട്ടുതൊഴിലാളി യൂണിയൻ നേതാക്കളായ സി ഹനീഫ മാനു, രാമദാസ്, കൃഷ്ണകുമാർ, PC വാസു, KV ജബ്ബാർ, KP സഹദേവൻ, M മൊയ്തീൻകുട്ടി, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം പ്രതിനിധികളായ T യൂനസ്, P ശിവകുമാർ, K മനോജ്, K പ്രസാദ്, ലിജി സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ GWLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ വിഹായുസിൽ 9 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ചുണ്ടമ്പറ്റ GWLP സ്കൂളിൽ ബാല്യകാലത്തെ മധുരസ്മരണകളുമായാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. തേന്മാവിൻ ചോട്ടിൽ എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം നിലനിൽക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട് പലതരത്തിൽ നമ്മളെ വിഭജിക്കാനും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് സവിശേഷമായ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളവനും ഇല്ലാത്തവനും അന്തരമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ബെഞ്ചിലിരുന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുകയും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും കഴിയുന്ന അന്തരീക്ഷമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ളത്. സിനിമാ താരം മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി. സത്യത്തിൽ ഇപ്പോ ഞാൻ കണ്ട സ്കൂളല്ല എൻ്റെ സ്കൂൾ. എൻ്റെ സ്കൂള് ഞാറക്കാട് സ്കൂള് പഴയ സ്കൂളാണ് സത്യത്തിൽ എനിക്കിപ്പോഴും ഇഷ്ടം. എൻ്റെ മനസ്സിലതാണ്. അത് ഈ മാവ്, പിന്നെ ഇതില് 2-3-4 മാവുകൾ, വലിയ മാവുകൾ, നെല്ലിമരങ്ങള്. ഇവിടെ ഈ ഭാഗത്താണ് സ്കൂൾ എന്നാണ് എൻ്റെ ധാരണ. ഈ ഭാഗത്താണ് സ്കൂള്. ഇവിടെ നീളത്തിലുള്ള ഒരു ഒറ്റ ഷെഡിലുള്ള ഓടിട്ട സ്കൂള്. ഞാറക്കാട് സ്കൂൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജപ്പാൻ ബ്ലാക്കില്ലേ, ജപ്പാൻ ബ്ലാക്കിന്റെ മണമാണ്. എല്ലാ വർഷവും സ്കൂള് വൃത്തിയാക്കും. ചുമരൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കും. അതിൻ്റെ അടിയിൽ ചളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജപ്പാൻ ബ്ലാക്ക് അടിക്കും. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു. NP സുധാകരൻ, ബ്ലോക്ക് മെമ്പർ MK മുഹമ്മദ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആശ ജ്യോതി, PTA പ്രസിഡന്റ് അനൂപ്,
അബ്ദുൽ ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ ഓർമ്മകൾ പങ്കുവെച്ചു നടന്ന സംഗമം പലരെയും കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി MP രാജേഷ് സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗൂഗിൾ പേ, പേടിഎം എന്നിവ അടങ്ങുന്ന UPI സംവിധാനങ്ങൾ, IMPS, RTGS, NEFT തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ബാങ്കിംഗ്, വൈഫൈ സൗകര്യത്തോടുകൂടിയ ഡ്യുവൽ ഇന്റർഫേസ് ATM കാർഡുകൾ എന്നിവയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഇടപാടുകാർക്കായി ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കാര്യക്ഷമമായും മികച്ച രീതിയിലും സേവനങ്ങൾ ലഭ്യമാക്കുമ്പോഴാണ്. അപ്പം അതിന് അർബൻ ബാങ്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ മത്സരക്ഷമത, കോമ്പറ്റിറ്റീവ്നെസ് എന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച്, വാണിജ്യ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് ആണ് ഇവിടെ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ കാലത്ത്, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയൊക്കെ കാലത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ്ങിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ് പഴയ കാലത്തെ ബാങ്കിങ് അല്ല എന്നുള്ളത്. പി മാമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. വായ്പ കൃത്യമായി തിരിച്ചടച്ചവർക്ക് ഏർപ്പെടുത്തിയ ഇൻസെന്റീവ് കെ പ്രേംകുമാർ MLA വിതരണം ചെയ്തു. UPI സേവനങ്ങൾ, RTGS, നെഫ്റ്റ്, IMPS, മൊബൈൽ ബാങ്കിംഗ്, സൂര്യശക്തി, മംഗല്യനിധി പദ്ധതികൾ എന്നിവ S അജയ്കുമാർ, MR മുരളി, നഗരസഭാ അധ്യക്ഷ K ജാനകി ദേവി, S കൃഷ്ണദാസ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ശോഭന രാജേന്ദ്ര പ്രസാദ്, K സുരേഷ്, K ഗംഗാധരൻ, S അനിത, IM സതീശൻ, പ്രൊഫസർ A ശിവരാമൻ, ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ, KM ശിവദാസൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് വൻ വിലക്കിഴിവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി വല്ലപ്പുഴയിലും. റെയിൽവേ ഗേറ്റിൽ പ്രവർത്തനം ആരംഭിച്ച ആശ്വാസ് ഫാർമസി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള ഇംഗ്ലീഷ് മരുന്നുകൾക്കൊപ്പം വെറ്റിനറി മരുന്നുകളും സർജിക്കൽ പ്രൊഡക്റ്റുകളും ഇവിടെ വൻ വിലക്കുറവിൽ ലഭിക്കും. ജനങ്ങൾക്ക് ആശ്വാസമായാണ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി വല്ലപ്പുഴയിലും പ്രവർത്തനം ആരംഭിച്ചത്. വല്ലപ്പുഴ ഗേറ്റിൽ വാണിയംകുളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ സർജിക്കൽ ഉപകരണങ്ങളും വെറ്ററിനറി മേഖലയിൽ ആവശ്യമായ മരുന്നുകളടക്കം ലഭിക്കുന്ന ഒരു കേന്ദ്രം വല്ലപ്പുഴയിൽ വേറെയില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് ഈ പേര് പോലെ തന്നെ ആശ്വാസകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സ്ഥാപനം വല്ലപ്പുഴയുടെ ഹൃദയഭാഗത്ത് തന്നെ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. ഏത് വിധത്തിലുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാവിധ മരുന്നുകളും ഉപകരണങ്ങളും ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യം വരുന്ന ഏത് ഉപകരണങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, വളരെ അടുത്തു നിന്ന് തന്നെ ലഭിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമുക്ക് ഈ സ്ഥാപനത്തെ കാണേണ്ടത്. ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും സമീപിക്കണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ദൈനംദിനം ആവശ്യം വരുന്ന വിവിധ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വരെ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. എന്തായാലും വല്ലപ്പുഴക്കകത്ത് പുതിയൊരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. ആശ്വാസ് ലൈഫ് കെയർ ചെയർമാൻ YS ബിജു അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫിൽ നിന്ന്
വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി MP മുസ്തഫ ഏറ്റുവാങ്ങി. CPM ലോക്കൽ സെക്രട്ടറി സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് കോടനാട്, മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം, CPI ലോക്കൽ സെക്രട്ടറി KC അബ്ദുറഹ്മാൻ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ, ആശൂസ് ലൈഫ് കെയർ ഡയറക്ടർ ഫൈസൽ, വ്യാപാരി വ്യവസായി നേതാക്കളായ CK ഉബൈദ്, ദാവൂദ് ഹാജി, അസ്രു പാറപ്പുറത്ത്, മുജീബ് ആലിക്കൽ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ ഔഷധ ഗുണനിയന്ത്രണ വകുപ്പ് അംഗീകൃത സ്ഥാപനമായ ഫാർമസിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയുടെ അഫിലിയേഷനോടുകൂടിയുള്ളതാണ് ആശ്വാസ്. പൊതുജനോപകാരപ്രദമായ രീതിയിൽ ഗുണനിലവാരമുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ 15% മുതൽ 65% വരെ വിലക്കുറവിലും, ഇൻസുലിൻ മരുന്നുകൾ 20% മുതൽ 30% വരെ വിലക്കുറവിലും ഇവിടെ നിന്നും ലഭിക്കും. കൂടാതെ ജനറിക് മരുന്നുകൾ, സർജിക്കൽ പ്രൊഡക്റ്റുകൾ, വെറ്റിനറി മരുന്നുകൾ തുടങ്ങിയവയും വൻ വിലക്കുറവിലാണ് ഇവിടെ നൽകുന്നത്. ഇന്ന് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൽ ഇൻസുലിൻ മരുന്നുകൾക്ക് 20%, അതുപോലെ തന്നെ മറ്റു ബ്രാൻഡഡ് മരുന്നുകൾക്ക് 15 മുതൽ 65% ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 300-ലധികം ഫ്രാഞ്ചൈസികളുള്ള ഒരു സ്ഥാപനമാണ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. ഈ ഫാർമസിയുടെ ഡിസ്കൗണ്ട് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഗുണനിലവാരമുള്ള മരുന്നുകൾ ശീതീകരിച്ച ഷോറൂമിലാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ഓരോ മരുന്നും നിശ്ചിത ഊഷ്മാവിലാണ് അത് സ്റ്റോക്ക് ചെയ്യേണ്ടത്. ആ മരുന്നുകൾ ആ കൃത്യതയോടെ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മളിതിൻ്റെ വിതരണവും സംഭരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആശ്വാസ് ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിലും നമ്മുടെ പാലക്കാട് ജില്ലയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വലിയ ഉപകാരപ്രദമാവും ഈ നമ്മുടെ ഷോപ്പ്, ഈ സംവിധാനം എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഫാർമസിയില്ലാത്ത മരുന്നുകൾ 12 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കി നൽകുമെന്നതും ആശ്വാസിന്റെ പ്രത്യേകതയാണ്. ആയുർവേദ മരുന്നുകൾ, BP മോണിറ്റർ, കോസ്മെറ്റിക്സ് ഐറ്റംസ്, ഗ്ലൂക്കോമീറ്റർ, അഡൽട്ട് ഡയപ്പർ തുടങ്ങിയവയും വിലക്കുറവിൽ ആശ്വാസിൽ ലഭിക്കും. ഫാർമസിസ്റ്റുകളുടെ പൂർണ്ണമായ സേവനവും ഇവിടെ ഉണ്ട്. 5 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് VT സ്മാർട്ട് ചെറുപ്പശ്ശേരി 26 മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഏറ്റവും വിലകുറവിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് VT സ്മാർട്ട് ചെറുപ്പശ്ശേരി 26 മൈലിൽ പ്രവർത്തനം ആരംഭിച്ചത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് ഇവിടെ ചെർപ്പളശ്ശേരി മുനിസിപ്പൽ പരിധിയിൽ 26 എന്ന് പറയുന്ന സ്ഥലത്ത് റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സംരംഭം ഇവിടെ ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം ഗിഫ്റ്റ് ഐറ്റംസുമെല്ലാം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന പരിചയമുള്ള റഫീഖ് അടയ്ക്കാപുത്തൂരിലുള്ള കേന്ദ്രം നിലനിർത്തിക്കൊണ്ട് തന്നെ 26 ഒരു പുതിയ കട ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നല്ല സേവനം നൽകി മികച്ച നിലയിൽ മുന്നോട്ട് പോകാൻ റഫീഖിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. വാർഡ് കൗൺസിലർ പി സതിദേവി ആദ്യ വിൽപ്പന നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി സാദിഖ് ഹുസൈൻ, കുടുംബാംഗങ്ങളും മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഗുണമേന്മ ഉറപ്പുവരുത്തിയ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിലാണ് വിടി സ്മാർട്ട് ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ക്രോക്കറി ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, കിച്ചൺ പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ്, ഫാൻസി ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, സ്പോർട്സ് ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീം, സ്വീറ്റ്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിടി സ്മാർട്ടിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അടയ്ക്കാപുത്തൂരിലെ വിടി സ്റ്റോഴ്സ്, 26 മൈലിലെ ഒരുമ സേവന കേന്ദ്രം തുടങ്ങിയവയാണ് മറ്റ് സ്ഥാപനങ്ങൾ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമകൾ പറഞ്ഞു. മണ്ണാർക്കാട് ഇതാ മഹാലാഭമേള. വിലക്കുറവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചാണ് 100 രൂപയുടെ മഹാലാഭമേള മണ്ണാർക്കാട് മൈജി ഫ്യൂച്ചറിന് സമീപം ആരംഭിച്ചത്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വിവിധ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും ജെൻസ്, കിഡ്സ്, ലേഡീസ് വസ്ത്രങ്ങളുമെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം. ജനുവരി 30 വരെ ഷോപ്പിൽ ആദ്യമെത്തുന്ന 100 പേർക്ക് 1 രൂപ വിലയിൽ അതിശയിപ്പിക്കുന്ന സമ്മാനവുമുണ്ട്. മണ്ണാർക്കാട് ടൗണിൽ മൈജി ഷോറൂമിന് സമീപമുള്ള ഗ്രൗണ്ടിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് 100 രൂപയുടെ മഹാലാഭമേള പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ കൗൺസിലർ അരുൺകുമാർ പാലകുറിശി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു 50 ദിവസത്തെ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ മണ്ണാർക്കാട്ടിലെ തന്നെ ജീവനക്കാരെ ഇതിന്റെ സ്റ്റാഫായിട്ട് നിയോഗിച്ചു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. മണ്ണാർക്കാട്ടുകാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ വാർഡിന്റെ കൗൺസിലർ നിലയ്ക്ക് അതിയായ സന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ
മറ്റ് കച്ചവടക്കാർക്കൊന്നും പ്രയാസമില്ലാത്ത തരത്തിൽ തന്നെ ഇതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ നല്ലൊരു സംരംഭത്തിന് 50 ദിവസത്തിന്റെ മേളയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സംരംഭം മണ്ണാർക്കാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ ഇതിന്റെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കഴിയട്ടെ എന്ന്. 159 രൂപയ്ക്ക് 3 ഷർട്ടുകൾ, 89 രൂപയ്ക്ക് ചുരിദാർ ടോപ്പുകൾ, 69 രൂപയ്ക്ക് ലേഡീസ് പലാസ, 16 രൂപയ്ക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ, 139 രൂപയ്ക്ക് 18 ലിറ്ററിന്റെ 3 ബക്കറ്റുകൾ, 89 രൂപയ്ക്ക് ലേഡീസ് ബാഗുകൾ, 50 രൂപ മുതൽ ഫാൻസി ചെരുപ്പുകൾ എന്നിങ്ങനെ വിലകുറവിന്റെ അതിശയമാണ് ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. കുറഞ്ഞ വിലയിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് മാനേജിംഗ് ഡയറക്ടർ അക്ബർ പറഞ്ഞു. നമ്മുടെ പ്രവർത്തന ഉദ്ദേശം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ മണ്ണാർക്കാട് ഉള്ള ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ഈ മണ്ണാർക്കാടിൻ്റെ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ ഒരു വലിയൊരു മഹാലാഭമേള എന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും കിട്ടാത്ത ഒരു ഉൽപ്പാദന വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സാധനങ്ങളുടെയൊക്കെ വില 1 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് 1 രൂപ, ഇത് 1 രൂപ, ഈ സാധനങ്ങൾ 1 രൂപ, ഈ ബക്കറ്റ് നിറയെ സാധനങ്ങൾ 1 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഇത് 1 രൂപ, ഇത് 1 രൂപ, ഇത് 1 രൂപ. ഇത് ആദ്യം വരെ 100 കസ്റ്റമേഴ്സിന് 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ആദ്യം വരെ 100 കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 9 രൂപയ്ക്ക് ബേസൻ, 19 രൂപയ്ക്ക് ബേസൻ, 16 ചവിട്ടികൾ 200 രൂപ, 89 രൂപ തൊട്ട് ബെഡ്ഷീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 16 രൂപയ്ക്ക് കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ 189 രൂപയ്ക്ക് ചെയർ, 22 ചെടിച്ചട്ടി 200 രൂപ, പിന്നെ 9 രൂപയ്ക്ക് മുറം. അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ തുണിത്തരങ്ങളും കാര്യങ്ങളും ഏറ്റവും വലിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, എല്ലാം നല്ല പുതിയ സാധനങ്ങൾ, ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് ഏറ്റവും വില കുറച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ സാധനങ്ങൾ കൊടുക്കാമെന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം വരുന്നത്. ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ 7 മണി തൊട്ട് പിന്നെ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ ക്യൂ ആയിരുന്നു. കാരണം ആൾക്കാർ നല്ലൊരു റെസ്പോൺസ് ആണെന്നിരിക്കും. മണ്ണാർക്കാട് പല മേളകളും വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വില കുറച്ച് കിട്ടുന്ന, ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു മേള ആദ്യമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ 6 കോഫി മഗ് കൊടുക്കുന്നുണ്ട് 100 രൂപയ്ക്ക്. അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ ഒരു കസ്റ്റമേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും വില കുറച്ച് ഹോൾസെയിൽ വിലയേക്കാൾ താഴെയാണ് ഇവിടെ നമ്മൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കടയിലൊരു 400 രൂപ 500 രൂപ വരുന്ന സാധനങ്ങളൊക്കെ 99 രൂപ 100 രൂപ 150 രൂപ അങ്ങനെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഒരു കസ്റ്റമേഴ്സിന് ഒരുക്കിയിരുന്നു. പിന്നെ കടയിൽ ഒരു 800-700 വരുന്ന ചുരിദാർ ടോപ്പുകൾ 99 രൂപ 89 രൂപ എന്നൊരു രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വേണ്ട സ്ത്രീകൾക്ക് വേണ്ട പലാസോ പാൻറ്റുകളൊക്കെ 69 രൂപ എന്ന നിരക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുട്ടികളുടെ ഡ്രസ്സ് 16 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം അങ്ങനെ ഒട്ടനവധി ഒരു പറയാൻ പറ്റില്ല അത്ര 10,000 കണക്കിന് സാധനങ്ങളുണ്ട്. ഈ ഒരു വിലക്കുറവ് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് നേരിട്ട് വന്നറിയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൈജി ഫ്യൂച്ചറിന് സമീപമാണ്. അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ ഈ ചുരുങ്ങിയ ദിവസത്തേക്ക് ഇത്രയും വലിയൊരു പാർക്കിംഗ് സൗകര്യോടുകൂടി ഇതേപോലെ നമ്മളൊരു ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ കസ്റ്റമറിലേക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എത്തിക്കുക. അപ്പം അതിൻ്റെ മുന്നോടിയായി തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 22 ചെടിച്ചട്ടിയൊക്കെ 200 രൂപ. അതുപോലെ നമ്മൾ ഒരു വീട്ടിലേക്ക് ഇനി പറയാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, തുണിത്തരങ്ങളും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും ഇത്രയും സാധനങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ഹോൾസെയിൽ വിലയേക്കാൾ താഴെയാണ് നമ്മൾ 90% നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വരിക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയെ പരമാധികാര റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിന് ഓരോ പൗരനും പരിശ്രമിക്കേണ്ട സമയമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുലിഭീതി നിലനിൽക്കുന്ന മണ്ണാർക്കാട് തെങ്കര കുന്നുംപുറത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കാൻ നിർദ്ദേശം. ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും വനപാലകർ. ചെറുപ്പളശ്ശേരിയിൽ തീപിടുത്തത്തിൽ റക്സിൻ കട കത്തിനശിച്ച വ്യാപാരിക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി. 24 മണിക്കൂറിനുള്ളിൽ പുതിയ കട തുറക്കാൻ സഹായം ചെയ്ത് സംഘടന. തീപിടുത്തത്തിൽ നഷ്ടം 50 ലക്ഷത്തിലേറെ. സംസ്ഥാനത്തെ മികച്ച ബൂത്ത് ലെവൽ ഓഫീസർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുരസ്കാരം ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങി കുമരമ്പത്തൂർ സ്വദേശി യൂനസ് അലി. കേരളത്തിൽ നിന്ന് ഈ അംഗീകാരം നേടുന്ന ആദ്യ ആളാണ് യൂനസ് അലി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.